പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദാവീദ് രാജാവിനെ കാണാൻ പറ്റും. ഇസ്രായേൽ ദേശത്ത് ഇസ്രായേൽ കണ്ട ഏറ്റവും ശക്തനായ ഒരു രാജാവായിരുന്നു ദാവീദ് രാജാവ്. ദൈവത്തിൻ്റെ അഭിഷിക്തനായിട്ട് ഇസ്രായേലിനെ ഭരിച്ചവനാണ്, ശക്തനായവനാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ രാജാവ് എന്നുള്ള വിശേഷണങ്ങളൊക്കെ ലഭിച്ച വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. പക്ഷേ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ പാപം തിരിച്ചറിഞ്ഞു. നാദാപ്രവാചകൻ പറയുകയാണ്, നീ തന്നെയാണ് ആ മനുഷ്യൻ. അത് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് തീരുമാനമെടുക്കും. ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 51 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം സങ്കടത്തോടെ, വേദനയോടെ, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ദാവീദ് രാജാവ് ആ ഒരു സങ്കീർത്തനം ആലപിക്കുക, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നീടും അവിടെയും ഒരു വലിയ മാനസാന്തര മാറ്റമുണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ എപ്പോഴും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഈശോയെ എന്നെ നിൻ്റെ കരുണയാൽ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ബലഹീനതയാണ് അവൻ്റെ പാപത്തിലേക്കൊരു ചായ്വുണ്ട്. പാപം ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ അവന് കൂടുതലാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ, പച്ചയായിട്ടുള്ള ജീവിതങ്ങളെ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും എന്തുമാത്രം ബലഹീനരാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പോലും ചില സമയത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഒരു കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും, പക്ഷേ പലപ്പോഴും ചെയ്തു വരുമ്പോൾ അതിൻ്റെ വിപരീതമായ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. പൗലോസ്ലീഹ പറഞ്ഞ അതുകൊണ്ടാണ്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയേക്കാൾ അധികമായിട്ട് ഇച്ഛിക്കാത്ത തിന്മയാണ് പലപ്പോഴും ഞാൻ ചെയ്തു കൂട്ടുക. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മുടെയൊക്കെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, ഈശോയെ എൻ്റെ ബലഹീനതകൾക്ക് ഒരു അറുതി വരണം. ഈശോയെ എൻ്റെ കുറവുകൾ അത് എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ അസഹ്യപ്പെടുത്തുമ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാൻ കർത്താവിൻ്റെ കൃപമാണ്. പത്രോസ്ലീഹായും പൗലോസ്ലീഹായും ആദിമ കത്തോലിക്കാ സഭയിലെ എല്ലാ ശ്രേഷ്ഠരായ വ്യക്തികളും ഒരുപോലെ പറഞ്ഞ കാര്യമാണ്, കർത്താവേ നിൻ്റെ സ്നേഹവും കരുണയും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം നൽകുന്ന സന്തോഷത്തേക്കാൾ അധികമായിട്ട് നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. നിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ വാഹകരായി, സമാധാനത്തിൻ്റെ വാഹകരായിട്ട് മാറുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നിറയുവാനും ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നല്ല തീരുമാനമെടുക്കുക, ഏറ്റവും ശ്രേഷ്ഠമായ തീരുമാനമെടുക്കാനും അതിലുറച്ചു നിൽക്കാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് കർത്താവിൻ്റെ കരുണയുടെ ശക്തിയാൽ, കൃപയുടെ ശക്തിയാൽ കർത്താവെ ഞങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ തീരുമാനം. അതായത് ദൈവത്തിൻ്റെ കരുണയായിട്ട് മാറുക. ലൂക്കാ 6:36 പറയുന്നത് പോലെ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ എന്തുമാത്രം നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് മാറും. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങൾ, മക്കളോടുള്ള നമ്മുടെ ബന്ധങ്ങൾ, മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധങ്ങൾ, സഹോദരങ്ങളോടുള്ള ബന്ധം, ഇതെല്ലാം എന്തുമാത്രം ഊഷ്മളമായിട്ട് മാറും. ഈ ഒരു വലിയ സ്വപ്നത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്വപ്നം അത് പൂർത്തിയാക്കുവാൻ, സാക്ഷാത്കരിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് ആ ഒരു വലിയ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നിയോഗങ്ങളും, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും, വ്യക്തിപരമായ പ്രാർത്ഥനകളും എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, നിൻ്റെ സ്നേഹമായിട്ട് മാറാൻ, നിൻ്റെ കരുണയായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സകലരും നിൻ്റെ കരുണ തിരിച്ചറിയുവാനും കരുണയിൽ അഭയം പ്രാപിക്കുന്നവരാകുവാനും കർത്താവേ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ നിൻ്റെ സ്നേഹവും കരുണയും നിറയട്ടെ.
ഈശോയെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും രോഗികളായിട്ടുള്ളവരെയും ഒത്തിരിയേറെ കഠിനമായ പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളവർ, അവരുടെ ജീവിതങ്ങളിലൊക്കെ കർത്താവെ നിൻ്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ നിൻ്റെ വലിയ കരുണയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന. നന്ദി ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയെ ആരാധന 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 ആരാധന. നന്ദി ദൈവമേ, സ്തുതിക്കുന്നു.